അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. മകളെ കെട്ടാൻ പോകുന്നത് കൊള്ളാവുന്ന ഒരുത്തനാവണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ. മഹാഭാരത യുദ്ധത്തില് എതിർവശത്ത് സ്വന്തം അമ്മാവനായ ഭീഷ്മരെ കണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അർജുനന്റെ അടുക്കലേ കൃഷ്ണൻ പറഞ്ഞത് എന്തുവാ? യുദ്ധത്തില് ശങ്കിച്ചു നിന്നുകൂടാ, അമ്പെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം എഴുതിരിക്കണമെന്ന. അതിന്റെ അർത്ഥം എന്തുവാ? സ്വന്തം അമ്മാവന്റെ തലവെട്ടി അങ്ങോട്ട് മാറ്റണമെന്നൊന്നുമല്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകരുതെന്ന. എടാ, നീ ഇപ്പൊ ഏതായാലും ആ പൗർണമി ഒന്ന് പോയി കാണ. എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ സമ്മതമാണെന്ന് അങ്ങ് പറ. नहीं भैया, आप लोग जितना तंगवा बोल रहे हैं वो बहुत ज्यादा है. नहीं मैडम, हमने वैसे बहुत ही कम ही बोला है. आप तो कुछ करो ना आपकी तरफ से, प्लीज़ मैडम. मैं आपको 2 दिन में बता देंगे. अच्छा ठीक है मैडम. क्या भाईजान, तुम तो 1000 रुपए तो कम कर सकते हैं. वो बुलाएगा यार. നല്ല ഐശ്വര്യമാണല്ലോ. ദാ ഇപ്പൊ ഒരു ഷെഫിനെ അപ്പോയിന്റ് ചെയ്തേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തു? പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞതിന് ചുമ്മാ. ഇയാൾക്കൊന്നും ഓക്കെ അല്ല, ചുറ്റുമുള്ള ഒന്നിനോടും താല്പര്യമില്ല. ഫാദറിനോട് ബിസിനസ് എന്തോ ഏറ്റെടുത്ത് നടത്താൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് ചോദിക്കാൻ വിളിച്ചേ. ഓ, വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്. ഹലോ, ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമേ ക്ഷമയാണ്, അതറിയാവോ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഫുഡ് ട്രക്കിന്റെ മെയിൻ്റനൻസ്, പർച്ചേസ്, കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നാളെ മോർണിംഗ് ഷാർപ്പ് 9 AM ജോലികൾ തുടങ്ങണം. മറ്റേ ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടി വിളിച്ചോളൂ. വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഓൾറെഡി ഒരു കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചതാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വർക്ക് നമ്മൾ തന്നെ കൊടുക്കണം എന്ന് വളരെ നിർബന്ധം. അതുകൊണ്ടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കേറ്ററിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ആദ്യത്തെ ബിസിനസിന്റെ കൂടെ ഞങ്ങൾ പുതിയ പ്ലാനും കൂടെ തന്നില്ലേ. സോ ദാറ്റ്സ് ഓൾ. ഐ ട്രസ്റ്റ് യു. താങ്ക്സ്. ഇംപ്രസ് എവരിവൺ വിത്ത് ഡെലീഷ്യസ് ഫുഡ്. ഷുവർ അങ്കിൾ, വി വിൽ. ഓക്കേ. അങ്കിൾ എന്നെ ഒന്ന് ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്യണം. പിന്നെന്താടാ? അങ്കിൾ ഇത് വിജയ്, പിങ്കിയുടെ പാർട്ട്ണറാ. ഇതെന്റെ അങ്കിൾ. ഹായ് ജെന്റിൽമാൻ. Hello, sir. See you tomorrow. ടുമോറോ? ഓക്കേ. നാളെ കാണാം. നാളെ? ഹേ, അതേതാ ജെന്റിൽമാൻ? നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ഓർഡർ കിട്ടി. കേറ്ററിംഗ് ആണ്, ട്രയലായിട്ട് കൂട്ടിയാൽ മതി. എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കേറ്ററിംഗ് നമ്മുടെ പ്ലാനിലില്ലല്ലോ. ഏതാ ക്ലച്ച് പിടിക്കുന്നതെന്ന് ആർക്കറിയാം? ഇങ്ങോട്ട് വന്നേല്ലേ, ബിഗ് ഇവന്റ് മാനേജറാണ്. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് ഫുഡ് അവിടെ എത്തണം. ബട്ട് നാളെ എന്ന് പറയുമ്പോൾ മെനു ഒക്കെ മെനു ഒന്നുമില്ല, അതിനൊക്കെ മെയിൻ കേറ്ററിംഗ് കമ്പനി വേറെയുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിൻ്റെ ഓർഡർ മാത്രമേ ഉള്ളൂ. സോ റിസ്ക് എടുക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഞാനവിടെ ഉണ്ടാവും. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ മറക്കരുത്. എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. എന്നാലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്താൽ പോരെ? ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് അല്ലേ? വിജയ്, 24 hours പോലും ഇല്ല ഇവന്റിന്. വെറുതെ എന്തിനാ ടെൻഷൻ? എങ്ങനെ എലിഗൻ്റ് ആയിട്ട് സെർവ് ചെയ്യാമെന്ന് ആദ്യം പഠിക്കും. ഓക്കെ. എണീറ്റ് എനിക്ക് 75,000. മാർജിൻ ഉണ്ടോ? ഒരു 20,000. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടേഴ്സ്. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പോൾ ഞാൻ പോയി പ്ലാനിങ് തുടങ്ങട്ടെ. See you. This is the first goal opening. That is എന്നത് ഇന്ത്യയുടെ സ്വന്തം റോഷൻ. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ this man is called genius of cricket. ട്രൈൽ ബോൾ ആണെങ്കിൽ ചേട്ടൻ അതിനകത്ത് എത്ര വീശി അടിച്ചേ? ചേട്ടൻ ധോണി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? കോഹ്ലി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കോഹ്ലിനും ധോണിനെ പോലെ ഡെയിലി കളിച്ചിറക്കണമാരല്ല. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. വി ആർ മ്യൂസിക് ഡയറക്ടർ. വി മേക്ക് മ്യൂസിക്. പോയി കോഹ്ലിടാ. ചലെ പോയി. എറിയടാ, 3 സ്റ്റമ്പും തെറിപ്പിക്കാം. ഫസ്റ്റ് ബോൾ നോക്കേ, ആദ്യത്തെ അഡ്വാൻസ്. ഒരു ഹെൽപ്പ് വേണം. വാ. ഹെൽപ്പ് ഒന്നുമില്ല. കളിയുണ്ട്. ഓ, അപ്പോ എന്റെ ചെലവില് നീ ഒന്നും ബിയർ അടിക്കുന്നില്ല?
ഓഹോ പ്രലോഭനം की बारे में Bloody fool. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? ഈ ഭൂഗോളത്തിൽ ഞങ്ങള് പോകാൻ വന്നിട്ട് പോടാ. ശ്ശെ. പിങ്കി ആ ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വേഗം വാ. എന്താ ചേച്ചിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്തായി ചെയ്യുന്നേ? മിണ്ടപ്പൊടി അമ്മ എണീക്കും. ചേച്ചി ഇതൊന്നും ശരിയല്ല. എനിക്കേ ഇതുകൊണ്ട് 2 മാസത്തെ EMI അടയ്ക്കാം. ചേച്ചി പ്രായമായ അമ്മയാണ്. അതെ അത് തന്നെ. പ്രായമായ അമ്മയ്ക്ക് എന്തിനാ സ്വർണം? പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടടി. ചേച്ചി പ്ലീസ് അത് കൊണ്ടുപോകരുത്. ഇവിടുത്തെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ചേച്ചി വിടടി. മരിക്കാൻ കിടക്കുന്ന ആൾക്കല്ലേ മാലേ മാളി. നാളെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയി കഴിയുന്ന നേരത്ത് എല്ലാവരും പിങ്കിയെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് പറയും പിങ്കി ദ സ്റ്റാർട്ടേഴ്സ് വർ സോ അമേസിംഗ് സോ എക്സ്ട്രാ ഓർഡിനറി എന്ന്. അപ്പൊ നീ പറയും ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് പറ്റിയതല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ് അല്ലേ? അപ്പൊ അവള് പറയും ഓ മൈ ഗോഡ് വിജയ് യു ആർ സോ സ്വീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻ അമേസിംഗ് ഷെഫ് എന്ന്. ല്ലേ? Correct. ദേ ഞാനിത് ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കഴിയണവരെ ഉറങ്ങണമെന്ന് മാത്രം എൻ്റെ അടുത്ത് അത് പറയും. പറയൂല. Come on, പിടി. വേണ്ട അടിക്കേ എനിക്ക് വേണ്ട. കുറച്ചടിക്ക് എന്നല്ലേ വേണ്ടടാ. ഉണ്ടാക്കുമ്പോൾ ഇതൊരു kick എന്നാൽ ഉണ്ടാവും. ഞാനൊരു സത്യം പറയട്ടെ. Yes. ഞാൻ താൽക്കാലികമായിട്ട് കള്ളുകൂടി നിർത്തി. അയ്യേ. അയ്യേ. എന്താടാ എടാ വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ കുറച്ച് സീരിയസ് ആയില്ലെങ്കിലേ ചിലപ്പോ നൈസായിട്ട് പണി പാടും. ഇതവള. പിങ്കിയുള്ള ആ പിങ്കി അത് ഞാനേ നാളത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആ എനിക്ക് കിട്ടി. എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. പിന്നെ ഏത് ഹോട്ടലിൽ ഓർഡർ കൊടുത്തേക്കുന്നേ? ഹോട്ടൽ കാസിലോ. അയ്യോ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ദാറ്റ്സ് ഓക്കേ ഐ ക്യാൻ മാനേജ്. എന്നാ ഓക്കെ ശരി. അപ്പൊ എന്നാ നാളെ കാണാം. നേരത്തെ ഉറങ്ങിക്കോ. പിന്നെ രാവിലെ വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേ. ആദ്യത്തെയാണ്. ഓൾ റൈറ്റ്. ഓക്കെ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്റെ തിരുവാർമല കൃഷ്ണ. ആ പിങ്കി ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു. നോട്ട് റീച്ചബിൾ എന്നൊക്കെയാ പറയുന്നേ. നോട്ട് റീച്ചബിൾ. ആ അതെ. എണീറ്റപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഞാനേ റെഡിയാക്കുന്നതിന്റെ തിരക്കില്. ഇറ്റ്സ് ഓക്കെ. എല്ലാം റെഡിയല്ലേ? എവിടെ എത്തി? ഞാൻ എന്താ പുറപ്പെട്ടു. ഞാൻ അല്ല പുറപ്പെടുന്നു. പുറപ്പെട്ടില്ലേ ഇതുവരെ? ഇനി 1 മണിക്കൂറില്ലേ? പെട്ടെന്ന് എത്തും. നോക്കൂ നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിക്കില്ലേ. ഞാൻ ഇവിടെ ഇറങ്ങി ഉടനെ അവിടെ എത്തും. സ്റ്റാർട്ടേഴ്സ് ആണ് സെർവ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റില്ല. ഇല്ല ലേറ്റ് ആവില്ല എനിക്കറിയാം. എണീക്കണം. എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടാ ആകെ 10 രൂപ ബോക്സേ ഉള്ളൂ. ഒന്ന് എടുത്തു വെച്ചാ. പിങ്കി എവിടെ? സ്റ്റാർട്ടസ് എത്തിയോ? ആ ദേ ഇവിടെ അടുത്തെത്തി. ഡോണ്ട് വറി. ഓക്കെ. ആ പിങ്കി. വിജയ് എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. എവിടെ എത്തി? എത്ര ടൈം എടുക്കും കറക്റ്റ്? പിങ്കി ഞാനൊരു 15 മിനിറ്റ്സിലെത്തും. ഓ മൈ ഗോഡ്. ഏത് റൂട്ടാ വരുന്നേ? പിങ്കി ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാം. നല്ല ട്രാഫിക് ഉണ്ട്. തിരിച്ചു വിളിക്കാം. വിജയ് why you always late? ഓക്കെ I'll see you there. സാറേ ഒരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതാ സാറേ. അത്യാവശ്യമായിട്ടൊന്ന് ആശുപത്രിയിൽ എത്തിക്കാം. ഇത് മിണ്ടുന്നില്ല. ഒന്ന് വേഗം. എന്ത്
എന്ത് പരിപാടിയോടെ ബ്ലോക്കിൽ പെട്ടോണ്ടാണ്. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഇപ്പൊ നടത്തുന്നത്. വരും ഒരു 5 മിനിറ്റിലെല്ലാം. എന്താ ഇങ്ങനെ ഒരു ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടോന്ന് അറിയോ? ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ, ഇവിടെ അടുത്ത് തന്നെ. കുറച്ച് നേരമായി 5 മിനിറ്റ്സ് ഇപ്പൊ എത്തും, ഇപ്പൊ എത്തിക്കാണും, ഇപ്പൊ എത്തിക്കഴിഞ്ഞു. ഇനി അതൊക്കെ തന്നെ പറയാറില്ലേ? ഇല്ല ഇല്ല, ഈ ഏരിയ ഇവിടെ അടുത്തെത്തി. ഒരു എനിക്കിത് വേണം. ഐ ഡിസേർവ് ഇറ്റ്. ഐ നെവർ ടച്ച് ഇറ്റ്. ചേട്ടാ ഒന്ന് വേഗം വിടുവോ? വേഗം ആവട്ടെ. ചേട്ടാ ഞാൻ ഇറങ്ങണ്ടല്ലോ. വേണം വേണം, ഞങ്ങളുടെ ക്യാഷ് ഒന്നുമില്ല. വാ വാ ഇറങ്ങും. വേഗം വിടുവോ? ക്യാഷ് ഉണ്ട് ഇവിടെ. ഹലോ എടോ, you spoiled everything. ഹലോ മാഡം. ഏ? മാഡം മൊബൈൽ ഇവിടെ എനിക്ക് താഴെ കിടന്ന് കിട്ടിയതാണേ. സാറാ കൊച്ചിനെ പൊക്കിണ്ടോ താഴെ വീണതാണ് സാറേ. ഈ ഫോണേ ആരോ വിളിക്കുന്നുണ്ട്. വണ്ടി എടുത്ത പറ്റി. ഒരു മിനിറ്റിനകം താൻ ഇങ്ങോട്ടേക്ക് എത്തില്ല, ഇവന്റെ കയ്യിൽ നിന്ന് പോകും. ലിസൺ ടു മീ. താനിനി ഒന്നും പറയണ്ട. പ്ലീസ് പിങ്കി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. ഞാൻ ഇവിടെ എന്തിനാ താൻ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആവുന്നേ? എക്സ്ക്യൂസ് മീ. ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളൂ. അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. Uncle, I beg of you. I don't want to put you in a problem. നാണാവുന്നിട്ട് എനിക്ക്. ഐ തോട്ട് യു ഹാവ് സം ഇന്റഗ്രിറ്റി. ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനയിൽ തുറന്നു. ഇനിയിപ്പോൾ ഇതെൻ്റെ ഈഗോയാണ്. യു ക്യാൻ ഗോ. പരിചയമുള്ള ഒരാൾക്കും ബിസിനസ് കൊടുക്കരുത്. ബുൾഷിറ്റ്. I'm sorry, 5 minutes ഞാൻ എല്ലാം റെഡിയാക്കാം. വണ്ടി എടുക്ക. എന്താ ഒന്ന് വണ്ടി എടുക്കാവോ? എന്താ ഇവിടുന്ന് പോവാം. വണ്ടി എടുക്ക്. അപ്പൊ ഇത് ഇറക്കണ്ടേ? വേണ്ട. എന്താ 5 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം. പ്ലീസ് വണ്ടി എടുക്ക്. പ്ലീസ്. ഇത് ഞാൻ Why are you irritating me? എല്ലാം സ്പോയിൽ ചെയ്തിട്ട്. പറയുന്നത് കള്ളാണെന്ന് കേൾക്കുന്ന ആള് വിചാരിച്ച പിന്നെ എത്ര വലിയ സത്യമാണെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്ക് എന്റെ ഭാഗത്താ. മിസ്റ്റേക്ക് തന്റെ ഭാഗത്ത് തന്നെയാണ്. അതല്ലാന്ന് ആരും പറയുന്നില്ല ഇവിടെ. എന്താ? ഡീസൽ അടിച്ചിട്ടില്ല അല്ലേ? So you decided to spoil everything. തുടങ്ങിയ 2 ബിസിനസ്സും ഫെയിൽ ആയിട്ട് മൂന്നാമതൊരെണ്ണത്തിന് ഇറങ്ങി തിരിച്ചതേ കുറെ പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാ. തോറ്റു പോകുമ്പോ പേടിച്ച് മാറിയിരിക്കാനുള്ളതല്ല ലൈഫെന്ന് കാണിച്ചു കൊടുക്കാനാ. ഇനി ഇതിന്റെ അകത്തിരുന്നിട്ട് എന്തിനാ? വിജയ് സൂപ്പർ എത്ര ഒച്ചത്തെ വിളിച്ചു കൂവിയാലും താ സൂപ്പർ ആവില്ല. സൂപ്പർ ആവണെങ്കിലേ ഉള്ളിലൊരു വലിയ ഡി വേണം, ഡിസിപ്ലിൻ. പിങ്കി, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ സ്റ്റക്ക് ആയി പോയി. ഒരു ആക്സിഡന്റ് ഞാൻ നേരത്തെ ഇറങ്ങണമായിരുന്നു. അരമണിക്കൂർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത എന്തായിരുന്നു കുഴപ്പം? ഇപ്പൊ പറയുമായിരിക്കും ഹോട്ടലിൽ സ്റ്റാർട്ടേഴ്സ് റെഡി ആവാൻ ലേറ്റ് ആയിന്ന് അല്ലേ? ഓക്കെ, ആ ബില്ല് എവിടെ? എടോ, ഈ സാധനം വാങ്ങിച്ച ഹോട്ടലിലെ ബില്ല് എവിടെയെന്ന്? വണ്ടിയുള്ള സാധനം തിരിച്ചേൽപ്പിച്ച 25% കാശ് എനിക്ക് തിരിച്ചു കിട്ടും. അത് വെച്ച് ഇന്ന് തന്നെ അങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് സെറ്റിൽ ചെയ്യാം. ബില്ല് എന്തിയേ? ഇതൊന്നും ഹോട്ടലിൽ നിന്നല്ല. പിന്നെ ഇത് മുഴുവൻ ഞാൻ ഇന്നലെ ഉറക്കൊളച്ചിരുന്ന് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞാൽ താൻ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? അതല്ല പിങ്കി, കാശ് മിച്ചം വല്ലോണ്ട് ഡീസൽ അടിച്ച് വണ്ടി കൊണ്ടുവന്നിട്ടേക്ക്. ദാറ്റ്സ് ലാസ്റ്റ് ജോബ് ഫോർ യു. മക്കളെ ഫോണൊന്ന് ഇതാരൊക്കെ വന്നിരിക്കുന്ന നോക്കിയേ. എടോ ഗോവിന്ദ, ഇതെന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? ഇയാളുടെ ഒരു കസിന്റെ മകളുടെ എൻഗേജ്മെന്റ് ഇന്നലെ തൃപ്പൂണിത്തുറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നതാ. ഇരിക്കണോ?
എടോ ഇവന്റെ പേര് ഞാൻ ഇത് വിശാല് ഇയാളിപ്പോ ഡൽഹിയിൽ ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയിലാണ്. ഇപ്പോഴാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു സിമിലർ കമ്പനിന്ന് നല്ലൊരു ജോബ് ഓഫറും വന്നിട്ടുണ്ട്. നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം ഇവനെ പറഞ്ഞു വിടാനെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നിർബന്ധമുണ്ട്. അല്ല, ഇവിടുത്തെ ആളെവിടെ? പൗർണമി മോളിലുണ്ട്, ഇപ്പൊ വിളിക്കാം. മോളെ പിങ്കി. ആരാ? ഡാഡിയാ. ഹലോ. മോളെ എവിടെയാ? ഞാൻ മെസ്സേജ് ഇട്ടിരുന്നല്ലോ. ഞാൻ ശ്രേയയുടെ കൂടെ ഒന്ന് പാർലറിൽ വന്നതാ. ഓക്കെ ഓക്കെ, ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അയ്യോ, എന്ത് പറ്റി? കം സൂൺ. ഒരു ഹാഫ് ആൻ അവർ, ഞാൻ ദേ എത്തി. ഓക്കെ. You leaving now? ഡാഡിക്ക് എന്തോ വയ്യാന്ന്. Okay. I'll text you. Bye. ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു. പ്ലീസ് ഇവിടെ ഒരു സീൻ അബദ്ധമായിട്ട് കൂട്ടിയാൽ മതി. അബദ്ധം? ഇതാണോ അബദ്ധം? അറിയുന്നകൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. എന്നാ ശരി രാധേ. അടുത്ത ആഴ്ച ഒന്നുകൂടി വരാം കേട്ടോ. ശരി ശരി. എന്റെ അച്ഛമ്മയാ. വേണുഗോപാൽ. മേനോൻ. പിങ്കി ഇരിക്കട്ടോ മോളെ. ഇവന്റെ മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഞാനങ്ങനെ വീടുകളിലോ ചടങ്ങുകൾക്കോ ഒന്നും പോകാറില്ല. പിന്നെ ഇവൻ പ്രയാസപ്പെട്ടിരിക്കുന്ന കണ്ടപ്പം കൂടെ വരണമെന്നും പിന്നെ മോളെ ഒന്ന് കാണണമെന്നും ഒക്കെ തോന്നി. എടാ, അതങ്ങോട്ട് കൊടുത്തേ. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. പൈസ ഒറ്റയ്ക്ക് വിട്ടാലേ ആ കാശും താക്കോലും നിന്നിട്ട് ഒന്നും മിണ്ടാതെ ഇവനങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒന്നും പറഞ്ഞ് ജയിക്കാനുള്ള സാമർഥ്യമൊന്നും ഇവനില്ല. ഇപ്പം ഇവിടുന്ന് പോയത് ഒരു പെണ്ണുകാണൽ കൂട്ടരാണെന്ന് മനസ്സിലായി. ഇവൻ പറഞ്ഞു മോക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ചു പോകാനൊന്നും ഒരു താല്പര്യവും ഇല്ലെന്ന്. പറഞ്ഞറിഞ്ഞിടത്തോളം ഈ മോള് ഒരുപാട് എന്തൊക്കെയോ സ്വപ്നങ്ങളുള്ളവളാ. സമയമാവുമ്പോൾ അവള് പറഞ്ഞോളൂ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെ അറിവുള്ളവർക്കെങ്കിലും കഴിയണ്ടേ?